കഥ പറയട്ടെ. കഥ പറയാൻ പോവാൻ കേട്ടോ. ടം പെടം ബണ്ടം പെടം ബണ്ടം പെടം ബണ്ട ഡം പെടം ബണ്ടം ബണ്ടം പെടം ബണ്ട. ഒരു നാട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നേ. അവന് ജന്തുജാലങ്ങളുടെ സംസാരം കേട്ടാൽ മതിയാവുന്ന ഒരു അറിവുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരോട് പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവനും ഒറ്റയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഏകാഗ്രമായി നടക്കുന്ന കുട്ടിയായിരുന്നേ. അങ്ങനെ ഒരു ദിവസം അവൻ വലിയൊരു പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ അവൻ നമ്മുടെ നാടിനെ പറ്റി ചിന്തിച്ചു. എല്ലാവരും പല വിഷമങ്ങളിലും പാഞ്ഞു ഓടി നടക്കുകയാണ്. എല്ലാവരും എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. പുറത്ത് വലിയ ബാഗും കയറ്റി പോണ സ്കൂളിലെ വിദ്യാർത്ഥികൾ പിന്നെ പലിശ അടിക്കാനും ലോൺ അടിക്കാനും എന്നുള്ള വെപ്രാളത്തിൽ എല്ലാവരും മുഖത്തും ഒരു റെഡിമെയ്ഡ് ചിരി ഫിറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥർ മറ്റുള്ള ആളുകളെല്ലാം. അപ്പോഴാണ് അവന് കേൾക്കുന്നത് പെട്ടെന്ന് ഒരു പൊട്ടിച്ചിരിയും സംസാരവും പരിഹസിച്ചു കൊണ്ടുള്ളൊരു സംസാരവും ഒക്കെ അവൻ കേട്ടത്. അപ്പോൾ അവൻ മനസ്സിൽ വിചാരിച്ചു, ഈ ഒരു സമയത്ത് ഇപ്പോൾ ആരാണിപ്പം ഇത്രയും സന്തോഷകരമായി ചിരിക്കുകയും പരിഹസിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ ചുറ്റിലും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അപ്പോൾ അവന് മനസ്സിലായി ഇത് മനുഷ്യരല്ല എന്നുള്ളത്. അവൻ പാലത്തിൻ്റെ താഴോട്ട് നോക്കിയപ്പോൾ അവൻ ആ കാഴ്ച കണ്ടു. കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ പിന്നെ വലിയൊരു പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടിയിരിക്കുകയാണ്. പിന്നെ അതേ സൈഡിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു നായനെ പിടുത്തക്കാർ വണ്ടി കൊണ്ടുവന്ന് കുറേ നായ്ക്കൾ വണ്ടിയിലുണ്ട്, അതിനെയും പിടികൂടിയതാണ്. ഈ നായയും ഈ പെരുമ്പാമ്പുമാണ് സംസാരിക്കുന്നത്, ഇവൻ കേൾക്കുന്നത്. നായ കുറേ അപ്പുറത്താണ്, പെരുമ്പാമ്പ് ഈ പാലത്തിൻ്റെ ഇപ്പുറത്തുമാണ്. അവരുടെ ഭാര്യമാരോട് പറയുകയാണ്, കരയണ്ട, പേടിക്കണ്ട, നമ്മൾ ഇതേ വന്നു, ഇപ്പോൾ വരും. നീ പാമ്പിന് 12 മക്കളുണ്ട്. ഭാര്യയോട് പറഞ്ഞു, നീ കുട്ടികളെ നല്ലോണം ആ കലുങ്കലിൻ്റെ ഉള്ളിലേക്ക് ആക്കി പിടിച്ചോ. എന്നെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ, നിന്നെയും കുട്ടികളെയും അവർ കണ്ടിട്ടില്ല. അതുപോലെ നായയും പറഞ്ഞു നായയുടെ ഭാര്യനോട്, പിന്നെ നായക്ക് 6 മക്കളുണ്ട്, നീ കുട്ടികളെ അപ്പുറത്തേക്ക് നോക്കി പിടിച്ചോ, നിന്നെ അവർ കണ്ടിട്ടില്ല, എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ വിഷമിച്ചു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മളിപ്പം വരില്ലേ, നേരെ പുലരുന്നതിൻ്റെ മുന്നേ ഞാനിവിടെ എത്തും. ഇവരിപ്പം നമ്മളെ പിടിച്ചു കൊണ്ടുപോയി അപ്പുറത്ത് വിടും. അങ്ങനെ അപ്പുറത്തുനിന്ന് ഇവിടെ കൊണ്ടുപോയി വിട്ടതല്ലേ നമ്മളെ, അതൊന്നും നിനക്ക് അറിഞ്ഞുകൂടെ. ഞാൻ പോയി വരട്ടെ, നമുക്ക് 6 മക്കളെ 12 മക്കളാക്കാം. പെരുമ്പാമ്പ് പറഞ്ഞു, 12 മക്കളെ നമുക്ക് 24 മക്കളാക്കാം, നമ്മൾ പോയി വരട്ടെ. സ്കൂളിലെ മക്കളെല്ലാം പോകാൻ തുടങ്ങിയിട്ടുണ്ട്, സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് എല്ലാവരെയും കൂടി ഒന്ന് ജഗജഗ ആക്കി കളയാം. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമ്മളിപ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞ് പെരുമ്പാമ്പും നായയുടെ വണ്ടിയിലും പെരുമ്പാമ്പിൻ്റെ ആളുകളെ വണ്ടിയിലും കയറി സന്തോഷത്തോടു കൂടി യാത്രയായി. അടുത്ത കഥയുമായിട്ട് വരുന്നവരെ ടം പെടം ബണ്ടം പെടം ബണ്ടം പെടം ബണ്ട.